അങ്ങനെ നമ്മുടെ സൂപ്പർ മീനച്ചാറ് സെറ്റായിട്ടാ. ഭർത്താവ് എന്ന് പറഞ്ഞു, ഭാര്യ തോന്നു തിരുത്തി എന്ന് പറഞ്ഞിട്ട് പറയരുത്. എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമല്ല. ഭയങ്കര ടേസ്റ്റ് ചക്ക. നമുക്കൊന്നും മാമ്പഴം ഇതുവരെ നമ്മൾ കണ്ടിട്ടും തിന്നിട്ടൊന്നും ഇല്ലാത്ത പോലെയാണ് അജുവിന്റെ പഠിപ്പിക്കല്. അത് ചേട്ടനല്ല, അത് ചേട്ടനല്ല. അറിയാത്തോണ്ടല്ല, ഇത് റിസ്ക് ആണ് ഈ അച്ചാറുണ്ടാക്കുന്നത്. ജഗ്ഗു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളുടെ അപ്പുറത്തേക്കുള്ള റിസൾട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നോക്കിയാൽ എൻ്റെ ഷർട്ടിൻ്റെ കളറുള്ള മീൻ തന്നെ, അല്ല ബനീൻ്റെ കളറുള്ള മീൻ തന്നെ ചൂരിന് കേട്ടാ. കുറേ നാളുകൾക്ക് ശേഷമാണ് നല്ല ചേട്ടൻ്റെ കളർ തന്നെ അടിപൊളി ചൂര കിട്ടുന്നത് കേട്ടോ. ചൂര നമ്മൾ ഈ ചൂര കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ഇവർക്കൊന്നും കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ല ഈ സാധനം. എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ജപ്പാൻകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മീനാണ് ഈ ചൂര എന്ന് പറഞ്ഞ ട്യൂണ. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കണമെന്നുണ്ടാ. ഈ ജപ്പാൻകാർ ആരോഗ്യത്തിനെ കുറിച്ചിട്ട് ഇത് പറയണതല്ലേ. ഞാനങ്ങനെ പറയാറൊന്നുമില്ലേ, എനിക്ക് തെറ്റിപ്പറ്റി. ഞാൻ ഒരാളുടെ ആരോഗ്യത്തിനെ കുറിച്ച് പറയാറില്ലേ. അപ്പോൾ ഈ ചൂര എന്ന് പറഞ്ഞ സാധനം ഞാൻ വാങ്ങിച്ചു കൊടുന്നു. ഞാൻ അച്ചാറിടാനാണ് വാങ്ങിച്ചു കൊടുത്തത്. നമ്മളൊരു 6-7 കൊല്ലം മുമ്പാണ് മീനിൻ്റെ അച്ചാറിട്ടിട്ടുള്ളത്. അത് ഇത് ഞാൻ ശരിക്കുള്ള കാര്യം പറയട്ടെ, സത്യം ഞാൻ പറയട്ടെ. പറഞ്ഞു. അത് ഇനി ഭർത്താവ് എന്ന് പറഞ്ഞു, ഭാര്യ തോന്നു തിരുത്തി എന്ന് പറഞ്ഞിട്ട് പറയരുത്. പറഞ്ഞോ. കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങിക്കാൻ പോയി ഇന്നലെ. എന്നിട്ട് എനിക്ക് വിളിച്ചു, മുള്ളൻ വാങ്ങിച്ചിട്ടുണ്ട്, നല്ല മുള്ളനുണ്ട്, മുള്ളൻ വാങ്ങിച്ചു, നമുക്ക് ഉണക്കാം എന്ന് പറഞ്ഞു. ശരി, കൂട്ടാൻ വയ്ക്കാൻ വല്ല മീനുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു ചൂര വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്കാണെങ്കിൽ ഈ സാധനം ഇഷ്ടമല്ല. ഇത് ഈ മരക്കഷ്ണം പോലെ എടുക്കും കൂട്ടാനിൽ. അപ്പോൾ എനിക്ക് അതിൻ്റെ ചാറ്, സാധാരണ മീനിൻ്റെ ചാറെങ്കിലും കഴിക്കും. അപ്പോൾ ഇത് ചാറും എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യേ ഇതല്ലാണ്ട് വേറെ ഒറ്റ മീനുമില്ല അവിടെ വേറെ മീനൊന്നുമില്ല, ഇത് മാത്രമുള്ളൂ, ഞാൻ വാങ്ങിച്ചു, ഇത് കൂട്ടാൻ വയ്ക്കാമെന്ന് പറഞ്ഞു. അത് ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സോടെ ഫോൺ കട്ട് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് വെറുതെ ഇപ്പം തന്നെ ദേ ചാള നല്ലത് വന്നിട്ടുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാള വാങ്ങിച്ചോ, നല്ല പലിഞ്ഞീനുള്ള നല്ല ടേസ്റ്റുള്ള ചാളയായിരിക്കും, നല്ല കണ്ടാൽ തന്നെ അറിയാം നല്ല ചാളയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കൂട്ടാൻ വയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ചൂര വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വന്നത്. ഞാൻ പറഞ്ഞത് തെറ്റുന്നില്ലേ? അല്ല, അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചതാണല്ലേ, കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് വാങ്ങിച്ചേ. എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് വെറുതെ പറഞ്ഞതാട്ടാ, ഇതിനെ സീരിയസ് ആക്കി എടുക്കണ്ട. ഇതൊക്കെ സാധാരണ നമ്മൾ സിഐഡികൾ തമ്മിലുള്ള ബുദ്ധിപരമായ ചില തർക്കങ്ങൾ, ഇത് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ നല്ല വെയിലുള്ളപ്പോഴാണ് ഈ ടൈപ്പ് അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ വെയിലില്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല മഴ അലക്കും. ഇപ്പോൾ സമയം ഉച്ച സമയമാണ്, അന്തരീക്ഷമൊക്കെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോന് അല്പം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു അച്ചാറിന് കേട്ടോ. ഇതിലേക്ക് ഉപ്പിടാം. യഗുവിന് മീനച്ചാർ നല്ല ഇഷ്ടമാണ് കേട്ടോ, അപ്പോൾ അത് കഴിക്കും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നു. ചേട്ടാ മസമ്മിയിലെ മീനച്ചാർ ഉണ്ടാക്കാൻ പഠിച്ചിട്ടില്ലേ? പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇനി നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ പരിപാടി മിക്സ് ചെയ്തിട്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതെന്നൊരു മീനിൻ്റെ ഇത് അത് മുറിഞ്ഞിട്ടില്ലേ ഒരു കത്തി എടുക്കണം. ശരി, ഇത് മിക്സ് ചെയ്തിട്ടേ ശരിക്ക് വെയിലത്ത് കുറച്ച് നേരം ഒന്ന് വലിയാൻ വയ്ക്കണം. ആ വെയിലിപ്പോൾ നമുക്ക് ഇവിടെ ഇല്ല, അതൊരു പോരായ്മയാണ്. അപ്പോൾ അതില്ലാണ്ടാണ് നമ്മൾ ഈ അച്ചാറുണ്ടാകുന്നത്. ടേസ്റ്റ് കിട്ടുള്ളായിരിക്കുമോ? അത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണത്. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ വെയിലത്തിടാറില്ലേ? അത് പലരും നേരെ, പക്ഷേ കുരുമുളക് പൊടി ഇടില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വെയിലത്തിട്ട് ഉണക്കില്ല, നേരെ വറക്കും. അപ്പോൾ നിങ്ങൾക്ക് വെയിലത്ത് വയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഷീറ്റില്ലേ ഇതുമ്മ വെച്ചിട്ട് ഉണക്കുക കുറച്ച് നേരം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ചെയ്യും. ഇങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? അല്ല, നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു അപ്പോൾ നമ്മൾ നോക്കണം, നല്ല വെയിലുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിരുന്നു നമുക്ക് ഇതിന് റെസ്റ്റ് കൊടുക്കാം, എന്നിട്ട് നമുക്കിത് വറുത്ത് പോരാം. അപ്പോൾ 15 മിനിറ്റ് അതിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേറെ സാധനം കാണിച്ചു തരാം ഞാൻ. ഇപ്പം ചക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, നിറച്ച് ചക്കകൾ വീഴാ നമ്മുടെ പ്ലാവുന്ന് നോക്കിയാൽ. അപ്പോൾ ഇവിടെ 2 ചക്കകൾ വീണെടുക്കണം. ചേട്ടാ ഇവിടെ 2 ചക്കകൾ വീണെടുക്കണം. നോക്കിയേ, ഇവിടെ ചക്ക വീണെടുക്കണം. ഒക്കെ പഴുത്തതാന്നേ, ഭയങ്കര ടേസ്റ്റുള്ള ചക്കയത്. നമുക്ക് ഇടയിൽ നിന്ന് മുറിച്ച് തിന്നാം. വാ, എന്താ ചക്കയോ? അത്ര നല്ല ചക്ക വേണ്ട. ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വരാണെങ്കിൽ കൊടുക്കായിരുന്നു. വാടിയതാണെങ്കിലും ഇവൻ ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ് തന്നെ. എന്തെങ്ങനെ വീഴണേ ആദ്യം ഇട്ടാ
എനിക്ക് ഇതിപ്പോ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയെ എപ്പോഴാ തലയിലേക്ക് ചക്ക വീഴാന്ന് പറയാൻ പറ്റില്ല. ചക്കന്ന് ഒന്ന് വെറുതെ സൈഡിൽ നിന്ന് മുറിച്ച് കാണിച്ചു തരാട്ടോ അതിൻ്റെ. ഒരുപാടാ ഒന്നൂടെ തുടങ്ങാമീനീ അല്ലേ ചക്ക മുളഞ്ഞേനെ. അടിപൊളി. അതിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മേത്താവും. അതിൻ്റെ അടുത്ത് ഇപ്പം ആരും തന്നെ പോകണില്ല. നോക്ക് ഭയങ്കര ടേസ്റ്റ് ഈ ചക്ക. നോക്കിയേ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തിന്നണം. ചേട്ടൻ മാമ്പഴം തിന്നണത് കണ്ടിട്ട് രാജലക്ഷ്മി ചേച്ചി എന്നോട് പറയാ, നമുക്കൊന്നും മാമ്പഴം ഇതുവരെ നമ്മൾ കണ്ടിട്ടും തിന്നിട്ടൊന്നും ഇല്ലാത്ത പോലെയാണ് അജുവിന്റെ പഠിപ്പിക്കല്. മാമ്പഴം ഇങ്ങനെ എടുക്കണം, എന്നിട്ട് ഇവിടെ കടിക്കണം, എന്നിട്ട് ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് അങ്ങനെ ചെയ്യണം. ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഓരോ മാമ്പഴം തന്നിട്ട് പറയണ പോലെ ഉണ്ട് ഇവിടെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ നമ്മുടെ കയ്യിൽ എവിടെ മാമ്പഴം. നല്ല ചക്ക ഇതാണ് ഒക്കെ അങ്ങനെ വീണുകൊണ്ടിരിക്കുക. നല്ല മധുരമുണ്ട്. കുറച്ചായിട്ട് തിന്നാം, നമുക്ക് വറക്കാം, മീൻ വറക്കാം. മീൻകാര്യത്തിന്റെ ഇടയിലാണ് ചക്കക്കാര്യം. അല്ല മീൻകാര്യത്തിന്റെ ഇടയിലെ ചക്കക്കാര്യം. തീയട്ടെ തീയത്തിച്ചോ. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയേ, ഈ അച്ചാറുണ്ടാക്കുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൻ നഷ്ടം സംഭവിക്കാൻ പോവാണ്. അതായത് നമ്മളിത് വെളിച്ചെണ്ണയിലാണ് മുക്കി വറക്കണം. അപ്പോൾ ഈ വെളിച്ചെണ്ണ ബാക്കി വരും. അപ്പോൾ നമുക്കത് അത് മീൻ വറക്കാനാ അങ്ങനെ വല്ലതിനൊക്കെ ഉപയോഗിക്കാമല്ലോ. അതല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒരു വട്ടം ഉപയോഗിച്ചത് സാധാരണ അല്ല പിന്നെയും ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പം. നമ്മൾ അത് അങ്ങനെ അങ്ങോട്ട് കുറേ വട്ടം അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒരു നഷ്ടമായിരിക്കും മീൻ വറക്കുമ്പോൾ കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ഫ്രൈ പാനിൽ വറക്കാം. ഷാലോ ഫ്രൈ ചെയ്തുകൂടെ? ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. അങ്ങനെയല്ല ചെയ്യത്, മുഴുവനായിട്ട് വറക്കണം. അതാണ് ഇതിൻ്റെ ഒരു ഇത്. അത് ഇത് ഈ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതിൽ സോഡിയം പെർസെൻറ്റ് ചേർക്കും. അത് നമ്മൾ പറഞ്ഞു തരില്ല നിനക്ക് എത്ര അളവ് ചേർക്കണം എന്ന് കാര്യങ്ങളൊന്നും. കാരണം നമുക്കറിയില്ല. അറിയാത്തതുകൊണ്ടല്ല, ഇത് റിസ്ക്കാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കി നമ്മൾ വിൽപ്പനയ്ക്ക് നടത്തുന്നതില്ലേ ഭയങ്കര റിസ്ക്കാ. കാരണം ഏത് നിമിഷം ഇതിൽ പൂപ്പല് വരും. ചൂടായി അതേ അതേ മറ്റേ അച്ചാറുണ്ടല്ലോ, എന്താ പറയാ, നാരങ്ങ, ആ വെള്ളത്തിന്റെ അവിടേക്ക് അത് പൊട്ടി തെറിക്കും. പറഞ്ഞോ നാരങ്ങ മാങ്ങ അച്ചാറുകളിൽ ചേർക്കണ അളവിൽ പോരാ, ഇതിൽ ഇത്തിരി കൂടുതൽ ചേർക്കണം. വേറെ അളവുണ്ട്, അളവ് വേറെ വ്യത്യാസമുണ്ട്. കാരണം ഇതിലത്തെ ഫംഗസ് അപകടമാണ് അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് സാർ പറഞ്ഞു അതുണ്ടാക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിത് വീട്ടിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് എടുത്ത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 3 ദിവസം പോലും ഇരിക്കില്ല അതേ സാധനം. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടില്ല ശരിക്കും. പക്ഷേ 3 ദിവസം പോലും അല്ല 2 ദിവസം പോലും ഇരിക്കില്ല. അതിന് മുന്നേ ഇത് കഴിയും. അത്രയും ടേസ്റ്റുള്ള അച്ചാറിനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തിന് പപ്പടം കാച്ചി ഇത് വരെ ഇരിക്കണില്ല എന്നുള്ളതാ. പപ്പടം വലിയ ഒരു ഡബ്ബി ഉണ്ട്, അതിൽ ഒറ്റയടിക്ക് നമുക്ക് കുറേ കാച്ചി വെക്കാമല്ലോ, അതിൽ നിറച്ച്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആയില്ലേ വെച്ചിട്ട് ഞാനതിങ്ങനെ കാച്ചി വയ്ക്കും. അപ്പോൾ വെറുതെ ഇങ്ങനെ ചോറുണ്ട് കഴിഞ്ഞാലും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് പപ്പടം എടുത്ത് തിന്ന് നടക്കുക ചേട്ടൻ. ജഗ്ഗു എന്നോട് കണ്ടിട്ട് ഇതെങ്ങനെയാ പറ്റണേ അച്ഛനിങ്ങനെ പപ്പടം തിന്നാൻ? 2 പപ്പടം എടുത്തത് അത് ഒരു വട്ടം അവർ കണ്ടു, അതാണ് പറയണത്. അല്ല കേട്ടാ, സത്കാരിയായിട്ടാ പറഞ്ഞ. പിന്നെയാണ് മീനിരിക്കണേ. എന്തുട്ട് തുറക്കാൻ? മൂടി വെച്ച മീൻ തുറക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ജഗ്ഗുവിൻ്റെ റിസൾട്ട് വരും കേട്ടാ. സമയം 2 മണി കഴിഞ്ഞു, 3 മണിക്ക് റിസൾട്ട് വരും. എനിക്ക് ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്. ചേട്ടന് വലുതും വരണ്ടേ? അത്രയ്ക്ക് വേണ്ടായിരുന്നു. വേണ്ട ചേട്ടാ, അധികം ഇടല്ല ചേട്ടാ. എന്തായാലും 2 വട്ടമായിട്ട് ആക്കാൻ പകുതി 2 വട്ടമായിട്ട് വറക്കണ്ട കേട്ടോ. നമ്മൾ ഇതിൽ ചെറിയ പീസുകളാക്കാം നമുക്ക്. ഇതിൽ വറക്കലാണ് മെയിനായിട്ടുള്ള കേട്ടോ വേവല്. ശരിക്കും ഇതിൽ തന്നെ വേവണം മീൻ. പിന്നെ വേവാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരയ്ക്കാനില്ല, അത് അരച്ചോണ്ടായിരുന്നു. മറ്റേത് കഴിഞ്ഞിട്ട് മതി, ഇത് ആക്കി കഴിഞ്ഞിട്ട് മതി ഓരോന്ന് സ്റ്റെപ്പ്. അതായത് ഇത്
ഞാൻ പറയാമെന്നേ ഇത് ചീല് മാത്രമേ ഒരു പണിയുള്ളൂ. അല്ല, അതല്ല പറയാമെന്നേ. ഇത് ഒരു സ്റ്റെപ്പ് വറുത്ത് കോരിട്ട് അടുത്ത് വറക്കാമെന്നായിരിക്കും. അതും അല്ലേ, പിന്നെ എന്തിട്ടാന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ടിപ്പ് പറയാൻ വേണ്ടി വന്നതായിരുന്നു, മറന്നുപോയി. ടിപ്പാ? ഈ വയസ്സാകുമ്പോഴുള്ള ഏറ്റവും വലിയ കുഴപ്പം പേരുകൾ മറന്നു പോവുക. ആരേലും പേരാണോ പറയാൻ വന്നേ? പേരല്ല, ഞാൻ കാര്യം പറയാൻ വന്നു, മറന്നുപോയി. എന്തിട്ടാണ് പറയണേ? ചേട്ടൻ തന്നെ ഒരു പിടിയില്ല. ഞാനിതിന് വർത്തമാനം പറയുമ്പോൾ ആലോചിക്കാറുണ്ടാ? ഞാൻ ആലോചിച്ചിട്ട് വർത്തമാനം പറയുകയാണെങ്കിൽ മറ്റേ അരുൺ കോക്ക് വന്നിട്ട് വാലിടുന്ന സമയത്ത് എന്തിട്ടൊക്കെയോ ചേട്ടൻ അങ്ങനെ പറയാട്ടോ. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അരുൺ കോക്ക് എന്നോട് ചോദിക്കുക, അത് മനസ്സിലായ? ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് തന്നെ മനസ്സിലായിട്ടില്ല, അരുൺ കോക്കുവിനും മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല, ചേട്ടനും മനസ്സിലാവണില്ല. എന്തിട്ടൊക്കെയോ പറയുന്നുണ്ട്. വെപ്രാളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് എന്തിട്ടൊക്കെയാ പറയണേന്ന് ചേട്ടൻ തന്നെ ഒരു പിടിയില്ല. തീ കുറച്ചുണ്ട് കേട്ടാ. അതായത് ഞാൻ വർത്താനം പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കാറില്ല ഒന്നും. ഇപ്പം നമ്മൾ ഒരു കാര്യം പറയണത് ആലോചിക്കില്ലേ, ഇന്ന കാര്യം അതിൽ അടങ്ങിയിട്ടുണ്ടാവണം കാര്യങ്ങളല്ലേ, അത് ആലോചിക്കില്ലേ. സരിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം വ്യക്തമായി പഠിച്ചിട്ടാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ആലോചിച്ച് കൃത്യമായിട്ട് അങ്ങനെ പറയുള്ളൂ. അറിയാന്നുണ്ടെങ്കിലേ ഞാൻ പറയുള്ളൂ, അല്ലേ ഞാൻ പറയാറില്ല. ഞാൻ അങ്ങനെയല്ല, അതിന് എൻ്റെ തെറ്റ് വരുന്നത് സ്വാഭാവികം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നോക്കിയാൽ തീ ഇങ്ങനെ ഈ ലെവലിൽ ചെറുതായിട്ട് കത്തിച്ചാൽ മതിയിട്ടാ. അപ്പോൾ തിളയ്ക്കണം, എണ്ണ കുടിക്കാൻ പാടില്ല വല്ലാണ്ട്, വെളിച്ചെണ്ണ. ഇത് MSME പഠിപ്പിച്ചിട്ടുള്ളതാ? അത് അന്ന വലിമ പറഞ്ഞിട്ടുള്ളതാ? MSME പഠിപ്പിച്ചിട്ടുണ്ട്. ആ മെത്തേഡല്ല ഇത്. ഇത് അന്ന വലിമ പറഞ്ഞിട്ടുള്ളതാ? അന്ന വലിമ പറഞ്ഞു തന്നിട്ടുള്ളതാ. അതുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ അവിടെ വെക്കുക, അവിടെ ജോവിൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്നലെയും പിന്നെ ഞാൻ കൂടി ജഗ്ഗു പറഞ്ഞോളൂ, അവിടുത്തെ ജോവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മീനച്ചാറ് തരും, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ പണ്ട് മീനച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ വീട്ടിൽ അച്ഛൻ തപ്പി നോക്കിയപ്പോൾ മീൻ കഷ്ണങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ രണ്ട് ദിവസത്തേക്ക് പിടിക്കാൻ വേണ്ടി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും ഭരണി. എല്ലാ വീട്ടിലും മീനച്ചാറ് ഉണ്ടാക്കുന്നുണ്ടാവും. ഇതിലെന്താണ് അച്ഛന് മീൻ കഷ്ണം ഒന്നും ഉണ്ടാവില്ല അതിലത്തെ, അതൊക്കെ തപ്പി എടുക്കും. ഇതുപോലത്തെ 5 പേരും കൂടി ഉണ്ടാകുമ്പോഴത്തെ കാര്യം ആലോചിക്കുക. 5 പേര് എല്ലാവരും ഇങ്ങനെ ഇത് തപ്പൊന്നുമില്ല, അടുക്കള തപ്പൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് തപ്പുള്ളൂ. പിന്നെ ഒരാൾക്കും അടുക്കള തപ്പാനൊന്നും വലിയ താല്പര്യമില്ല. ഒരാൾ പോലും നമ്മുടെ വീട്ടിൽ. അതെ, അച്ഛൻ ഒരു ദിവസം മട്ടൻ കുറുമ്പ് വെച്ചു. ഈ TV-യിൽ റെസിപ്പികൾ കാണുന്ന അച്ഛൻ ഇങ്ങനെ കാണും. ആ സമയത്തൊക്കെ ദൂരദർശനല്ല, ഏഷ്യാനെറ്റിലും ഒക്കെ കുക്കറി ഷോ ഉണ്ടായില്ലേ, അത് അച്ഛൻ മുടങ്ങാണ്ട് കാണും. ആ കറക്റ്റ് ടൈമിൽ TV വെച്ചിട്ട്. എന്നിട്ട് അത് ചിലത് കാണുമ്പോൾ തന്നെ അച്ഛന് ഇഷ്ടം തോന്നിയിട്ട് അത് അച്ഛൻ പരീക്ഷിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ മട്ടൻ കുറുമ്പ് വെച്ചു, നാളികേരപ്പല്ല് വെള്ള കളറിൽ. വെക്കണ സമയത്ത് വെച്ച് കഴിയണ വരെ അതിൽ കൂടെ പോണവരും വരുന്നവരും അച്ഛനെങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് എന്തിട്ട് സാധനം ഇത്, അയ്യോ ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നും, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരും വരുന്നവരൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടാ. എന്നിട്ട് സാധനമൊക്കെ വെച്ച് റെഡിയാക്കി അതൊക്കെ അടച്ച് വെച്ച് അച്ഛൻ സ്മോൾ അടിക്കാനാന്ന് തോന്നുന്നുണ്ട്. അച്ഛൻ ഇടയ്ക്ക് അച്ഛൻ്റെ റൂമിലിരിക്കണ്ടേ, അത് കഴിക്കാൻ പോവും. കഴിച്ച് ഒന്ന് കിടന്ന് വിശ്രമിച്ച് അച്ഛൻ വന്നപ്പോഴേ അതിൽ മറ്റേ നാളികേരപ്പാലും സാധനങ്ങളും മാത്രമുള്ള ഒരൊറ്റ കഷ്ണമില്ല. അത് ചേട്ടനല്ല, കാരണം മട്ടൻ ചേട്ടൻ കഴിക്കില്ല. ഞാൻ തൊടില്ല. അയ്യോ ഭയങ്കര കോമഡി ആയിരുന്നു നിന്നിട്ട് അച്ഛൻ്റെ പൂരത്തെറി വെച്ചിട്ട് അച്ഛന് ഒരു ടേസ്റ്റ് നോക്കാൻ ഒരു കഷ്ണം കിട്ടാണ്ടേ, അതും കുറ്റം പറഞ്ഞിട്ട്. അച്ഛനെ അയ്യോ അച്ഛന് മദ്യം വേണം, കുപ്പി ഉണ്ടാവട്ടാ. കുപ്പി ചില സമയങ്ങളിലൊക്കെ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അച്ഛന് വാങ്ങിക്കാൻ പോകാൻ പറ്റാണ്ടായപ്പോൾ വാങ്ങിച്ചുകൊണ്ടിരും. ആദ്യം ഒളിച്ചും പാത്തും പതുങ്ങിയിട്ടാണ് അച്ഛന് വാങ്ങിച്ചുകൊണ്ടിരുന്ന് കൊടുക്കുക. ഒളിച്ചും പാത്തും പതുങ്ങിയിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എന്തിന്? ആരും കാണാൻ അല്ല, അതിന് മുന്നേ ആരും കാണാൻ. അപ്പം അച്ഛൻ പാലത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടാവും. പാലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് അച്ഛൻ അതുകൊണ്ട് തന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ കുപ്പി രണ്ടും വാങ്ങിയിട്ടാ. അപ്പോൾ ഒരു കവറുണ്ടോ അവൻ്റെ ഇത്, കവറിൽ നിന്ന് അച്ഛൻ അവിടെ വെച്ചിട്ട് എടുത്തു കൊടുക്കും. അച്ഛനാണെങ്കിൽ പാലത്തിൻ്റെ അവിടെയുള്ള കുറേ കാരണന്മാരുണ്ട്. അച്ഛൻ്റെ ഒപ്പം പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ പാലം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കലുങ്ക്, അതിൻ്റെ അവിടെ അച്ഛനടിച്ച് വർത്താനം പറയില്ലോ, കുറേ പേരുണ്ടാവല്ലോ. എല്ലാവരും വായ കൂടെ വെള്ളം ഒലിക്കും. കാരണം അവർക്കൊന്നും വീട്ടുകളിൽ ഇങ്ങനെ മദ്യം കിട്ടാനായിട്ട് ഒരു വകുപ്പില്ല. അച്ഛനെന്താ വെച്ചാൽ 2 വലിയ 1 ലിറ്റർ കുപ്പി, അത് കൊളംബിയ അല്ല ഗോൽക്കണ്ടേ അങ്ങനത്തെ ഒരു സാധനങ്ങളുടെ പേര് വെച്ചാൽ ജവാൻ എന്നല്ല, ഗോൽക്കണ്ടേന്ന് തോന്നി, എനിക്ക് ഓർമ്മയില്ല പേര്, വില കുറവിൻ്റെ മദ്യം. അത് 2 അച്ഛൻ ഇവിടെ വെച്ചിട്ട് പാലത്തെ മതി ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കും. അവരെല്ലാവരും ഇതിനിടെ അച്ഛൻ അവസാനം
വർത്താനൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം 6 മണിയാകുമ്പോൾ അച്ഛൻ ആ 2 കുപ്പിയും പിടിച്ചിട്ട് ഇങ്ങോട്ട് വരും, നടന്നു വരും. ഈ താറാക്കളെ കഴുത്തിൽ നമ്മൾ താറാവുകാർ പിടിച്ച് തല്ലേ, പിടിച്ച് വരും. അപ്പോൾ അവിടെ നിന്നിട്ട് പറയില്ലേ, ഈ മാണിയണ്ണൊക്കെ ഇരുന്ന് പറയും, ശിവൻകുട്ടിയുടെ ഒരു ഭാഗ്യേ, അവർക്ക് വലിയ ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിലത്തെ പറയണതാണ് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് 2 വീതം വീശും. എന്നിട്ട് വീശിയിട്ട് കഴിഞ്ഞിട്ട് ഈ മട്ടൻ കുറുമ കഴിച്ചു വന്നപ്പോൾ അതിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞത് തരുതല്ലേ. അങ്ങനത്തെ ചില സംഭവങ്ങൾ, നല്ല തമാശയാ കാര്യങ്ങൾ. ഇവരെ വർത്താനങ്ങൾ കേൾക്കാൻ ഭയങ്കര അച്ഛനും സജീവനും കൂടിയിട്ടുള്ള ചില സമയത്ത് വർത്താനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ചിരിച്ചാവും. പക്ഷെ അച്ഛൻ നന്നായി മദ്യം കഴിക്കുമായിരുന്നുണ്ടെങ്കിൽ അച്ഛൻ 82 വയസ്സ് വരെ ജീവിച്ചിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ ഒക്കെ നിർത്തി. പെട്ടെന്ന് വലി നിർത്തിയതാണ് ഭയങ്കര അത്ഭുതം അല്ലേ, ഒറ്റ ദിവസം കൊണ്ട് നിർത്തി. നമുക്ക് എടുക്കാട്ടെ, ഫസ്റ്റ് എടുക്കാട്ടെ. അത് ഭയങ്കര മുറുക്കി ഉണക്കി വറക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എടുക്കാം. ഇത് ഇത്തിരി വലിപ്പമുള്ള കഷ്ണങ്ങളാണ് കേട്ടോ, ഇത്രയ്ക്ക് വലിപ്പം വേണ്ട, അതിന് ചെറുതാക്കാം ഞാൻ. പിന്നെ അതായത് നമ്മുടെ ഈ മീൻ വാങ്ങിക്കുന്നവർ കൂട്ടാൻ വയ്ക്കുന്ന വലിപ്പത്തിലാണ് നമുക്ക് തന്നതേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ട്. അത് വെന്തുണ്ട്, ഉള്ളൊക്കെ വെന്തുണ്ട് അടിപൊളിയായിട്ട്. കുഞ്ഞു കഷ്ണാക്കായിരുന്നു അല്ലേ. ഞാൻ കൂട്ടാൻ വയ്ക്കുന്ന എൻ്റെ സംഗതി നീ പൊളിച്ചില്ല തേങ്ങ അല്ലാന്ന് ചേട്ടൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാങ്ങിച്ചതെന്നല്ലേ പറഞ്ഞേ തുടക്കം തന്നെ. ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ. അതൊക്കെ തെറ്റി പറയുന്ന കാര്യങ്ങളാണ്, നിർദോഷമായ തമാശകളല്ല വെറുതെ. എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ് വരും. അല്ലെങ്കിലും അജുവേട്ടനെ കുറ്റം പറയാൻ കിട്ടുന്ന ഒരവസരവും സരിത കളയില്ല. അതങ്ങനെ നോക്കണ്ട. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റി സരിത മൊത്തം മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ പറയട്ടോ. അല്ല, ഏത് ഭാര്യയും ഭർത്താവാണ് ഇങ്ങനെ എന്താ പറയുക, ഭാര്യയുടെ അതേ അഭിപ്രായം തന്നെ ഭർത്താവിൻ്റെ അതേ അഭിപ്രായം തന്നെ ഭാര്യയ്ക്കായിട്ട് പോണത് എവിടെയാണ് കണ്ടിട്ടുള്ളത്? സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒറിജിനൽ ജീവിതത്തിൽ ഉണ്ടാവുമോ? എങ്ങനെയും ഒരു നേരിയ വ്യത്യാസങ്ങളുണ്ടാവില്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവില്ലേ? അത് നമ്മുടെ സജീവൻ പറയും. എന്താ, ഒരു വീട്ടിൽ നിന്ന് അപസ്വരങ്ങളൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവിടെ ഒരാൾ അടിമയാണ്. മനസ്സിലായ? സത്യമാണത്. ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അടിമയായിരിക്കുന്നു. അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ഇതൊന്നും കേൾക്കില്ല. അപ്പോൾ മറ്റേ ആൾ പറയണത് ഈ അടിമ അനുസരിച്ച് പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക്. അതെന്താ മൈത്രേന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുള്ളതാ. അത് അത് പണ്ട് പറയണത് തന്നെയാണ്. മൈത്രേനെ കുറ്റം പറഞ്ഞു അല്ല, മൈത്രേനെ കുറ്റം പറഞ്ഞ ആളൊരു അഭിപ്രായം. എല്ലാ അഭിപ്രായങ്ങളോടും നമുക്ക് യോജിപ്പില്ലെങ്കിലും ഇത് ഏറ്റവും ടേസ്റ്റ് വറുത്തതിന് ഭയങ്കര ടേസ്റ്റാ. ജഗ്ഗു അമ്മയുടെ ഫോൺ കൊണ്ടേ. ജഗ്ഗുവിന് വേണമെങ്കിൽ ഒരു മീൻ വറുത്തതാണെങ്കിൽ തിന്നോ ജഗ്ഗു? ഇത്രയും ടേസ്റ്റിൽ തിന്നാൻ പറ്റില്ല. ഈ മീനല്ലേ. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വറുത്ത് പോരാണ് കേട്ടോ. ജഗ്ഗു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പോവാണ്. ജോവിൻ്റെയും മറ്റവൻ്റെ പേരെന്തുട്ടാ, അനോഷ്, 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കൂടി ഇരുന്നിട്ട് നോക്കാനാണ്, ഫ്രണ്ട്സിൻ്റെ കൂടി ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ വറുത്ത് പോരി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. ജയിക്കില്ലേ? +1 കിട്ടോ? +1 ഉണ്ടാവോ? ഈ വെളിച്ചെണ്ണയാണ് പറഞ്ഞത് നമുക്ക്. അയ്യോ, അതിലൊഴിച്ചാ ചൂട്ടോടെ പൊട്ടോ? ഞാൻ അതിനെ എന്തുകൊണ്ടേ? അയ്യോ, അയ്യോ പൊട്ടോ. അത് പൊട്ടുന്നില്ലേ, നല്ല ചില്ല. ഈ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-20 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 10-20 ഉണക്കമുന്തിരിയില്ലേ, അത് കുരുല്ലാത്തത് കഴുകിയത് കേട്ടോ. വലിയ ജാർ എടുക്കായിരുന്നു. അലിക്കുള്ള കഴിഞ്ഞു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക് പൊടിച്ചത് ചതച്ചു കേട്ടോ ഞാൻ. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് കേട്ടോ, നല്ല ജീരകം. ഇത് മിക്സിയിലൊന്ന് അരച്ചു കൊണ്ടുവരും.
ഇത് പൊടിച്ചു കൊണ്ടിട്ടത് പൊടിച്ചല്ല അങ്ങനെ ഇതാക്കി കൊണ്ടു. അതിന് ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും വെള്ളം ഉണ്ടാവുമല്ലോ, അതുണ്ടാവും അതുകൊണ്ട് അത് ഇങ്ങനെ. നമ്മൾ വീണ്ടും തീ കത്തിക്കുന്നു. നമ്മുടെ ചീഞ്ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് കഴുകിയിട്ട് നമ്മൾ വീണ്ടും അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ. നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലെണ്ണ കേട്ടോ, ഒരു 100 ഗ്രാമിലേക്കാൾ അല്പം കൂടുതൽ നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇനി വേണ്ട നമുക്ക്. വറക്കണതും എണ്ണയിലായ ശരിയാവില്ല അല്ലേ? അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഇങ്ങനെയുണ്ട് പുകഞ്ഞ് വരും. അല്ല പുകഞ്ഞല്ല, എന്നിട്ട് പറയും ഒരു പതഞ്ഞ് വരും. അങ്ങനെ എന്താ ഉണ്ടാവും, എന്തെങ്കിലും കാരണം ഉണ്ടാവും. നമ്മുടെ എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് ഒരു 10-20 വെളുത്തുള്ളിയുടെ അല്ലി ഇതിലിരുന്നു കേട്ടോ, മുഴുവൻ അല്ലി. ഇതിൻ്റെ പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 2-3 പച്ചമുളക് കേട്ടോ, വട്ടത്തിലരിഞ്ഞത്. ഇത് ഇളക്ക് തരുത. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് മൂത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയില്ലേ, അത് നമുക്ക് എടുത്തു വയ്ക്കണം. മുളക് പൊടിയും എരിവിനനുസരിച്ചിട്ട്. അപ്പോൾ 2, 4, 5 മതി ചേട്ടാ. ഇത് നല്ല എരിവാന്നാണ് സരിത പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇടാറില്ല, എൻ്റെ പകുതി പോലും ഇടേണ്ടി വരാറില്ല. ഇത് അത്രയ്ക്ക് എരിവായി മുളക് പൊടി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കണം കേട്ടോ. ഇത് നമ്മൾ സെറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ചാർലി ഇവിടെ വന്ന് ഇടുന്നു, ഇമ്രാൻ ഇവിടെ ഇടുന്നു. ഇത്രയും ഇത് മൂക്കട്ടെ കേട്ടാ. വെളുത്തുള്ളി മൂത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടണം കേട്ടോ. അത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ വളരെ സിമ്മിലിട്ടിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിടണം കേട്ടോ, അളന്ന് വെച്ചത്. ഇപ്പോൾ തീ വളരെ സിമ്മിലാണ് കേട്ടോ. ഇത് മൂത്ത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ അരപ്പില്ലേ, അരച്ചു പോണത് അതിലേക്കിരുന്നു കേട്ടോ. ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ഒരു മണം വരുന്നത് കേട്ടോ. പ്രത്യേക മണം വരും. ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കണത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഉണക്കമുന്തിരി ചേർക്കണത് കണ്ടിട്ടില്ലേ അല്ലേ അച്ചാറിൽ? ആളുകൾ ചേർക്കില്ലായിരിക്കും, പക്ഷേ അന്ന വലിയ ചേർക്കും. തീ വളരെ നേരി ഇതിൽ തീ പാടില്ല കേട്ടോ. അത് മൂത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല കളർ കിട്ടാനായിട്ട് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ നല്ല മണം വന്നു തുടങ്ങി സരിത കണ്ട. അപ്പോൾ നമ്മുടെ കൂട്ട് കണ്ട, നല്ല അസാധ്യമായിട്ടുള്ള ടേസ്റ്റുള്ളൊരു കൂട്ടാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം, നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒരു 100 മില്ലിയോളം ഒഴിക്കുന്നു കേട്ടോ. തീയൊന്ന് ഇത്തിരി കൂട്ടാം, നമുക്ക് തീയൊന്ന് കൂട്ടാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നോക്കിയാൽ വിനാഗിരി കേട്ടോ. വിനാഗിരി ഒരു അളവ് നോക്കണ്ടേ, 100 മില്ലി വിനാഗിരി തന്നെ വേണം. അത് ഏകദേശം കൂടണ്ട ഇല്ലേ, ഇതിപ്പോൾ ഏകദേശം ഇത് എത്ര മില്ലിയേ എനിക്കറിയില്ലേ? എനിക്ക് ഏകദേശം അറിയാം, 500 മില്ലിയാണ്. 250 ml ആണ് അപ്പോൾ ഇത്രയ്ക്ക് കറക്റ്റാണ്. കണ്ട ഈ വെള്ളം തിളക്കണണ്ട, വെള്ളം തിളക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഇതായില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിക്കുന്നു കേട്ടോ. ചൊറുക്ക 100 മില്ലി. ഇതെന്തോരം മീനിൻ്റെ അളവാ? 1/2 കിലോ ഉണ്ട്. ഉപ്പ്. സോറി. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഉപ്പ് മീനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാറാകുമ്പോൾ ഉപ്പ് വേണം. ഇനി തിളക്കാം, ഇനി തിളക്കട്ടെ, തിളച്ച് കുറുകണം. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. തീ ഒരു മീഡിയം ലെവലിൽ മതിട്ടാ, പതുക്കെ കുറുകിയാൽ മതി. വേപ്പലകൾ നോക്കിയിരുന്നു. ഇപ്പോൾ എരിവ് ഉപ്പൊക്കെ ഒന്ന് നോക്കിയോ കേട്ടോ. വെറുതെ ഇടതയില ഇതാക്കണത് ഉപ്പ് കുറവാണ്. ഒരു സ്വല്പം ഉപ്പ് കൂടി ഇടണം കേട്ടോ. ഇതേ ഉപ്പ് ഇടണം കേട്ടോ, ഇത്തിരി കൂടി. അച്ചാറിൽ ഉപ്പ് വേണേ, ഉപ്പും എരിവും ശരിക്കും വേണം. കുറുകി വരുന്നു. എരിവുണ്ട്, എരിവ് കറക്റ്റാണ്. ആ മീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും എരിവ്. നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഉച്ചതിൽ 3 മണിക്ക് തന്നെ റിസൾട്ട് വരാം. ഞാൻ പഠിക്കുമ്പോൾ കാലത്ത് തന്നെ വരില്ലേ. നമ്മൾ എന്തൊക്കെ പഠിക്കണ്ടെങ്കിലും ആ 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിനൊരു പ്രത്യേകതയാണ് അല്ലേ? അതറിയാൻ ഒരു ആകാംക്ഷയും ഒരു ഇതൊക്കെ കൂടുതലാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലത്തെ ഞങ്ങൾ 4 കൂട്ടുകാരിമാരാണ്. ഞാൻ, ധന്യ, പോൺസി, ഷീന. അതിൽ ഷീനയുടെ ആരോ റിലേറ്റീവ് ആരോ പരീക്ഷാഭവൻ അങ്ങനെ അറിയണ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെയൊക്കെ രജിസ്റ്റർ നമ്പർ അവൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ റിസൾട്ട് അറിയാൻ പറ്റും, മാർക്കടക്കം അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ റിസൾട്ട് വരുമ്പോൾ
നമുക്ക് പത്രത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പേരിൻ്റെ അവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പറിൻ്റെ അവിടെ ഡിസ്റ്റിങ്ഷൻ്റെ അവിടെ കുറച്ച് നമ്പറുകൾ, അതിന് ഫസ്റ്റ് ക്ലാസ് കുറച്ച് നമ്പർ, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്, അങ്ങനെയായിരിക്കും നമ്പർ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ആണോ എന്ന് അങ്ങനെ മാത്രം നമുക്ക് അറിയുള്ളൂ. പിന്നെ SSLC ബുക്ക് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ മാർക്ക് നമ്മൾ അറിയാൻ പറ്റുക. പക്ഷേ ഇത് മാർക്കടക്കം അറിയാൻ പറ്റും ഒരാഴ്ച മുന്നേ തന്നെ. അങ്ങനെ അപ്പോൾ ജോഗ്രഫി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ജോഗ്രഫി ബുക്ക് തുറക്കുമ്പോൾ തന്നെ ഉറക്കം വരും. എനിക്കതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് പഠിക്കാത്തത് കൊണ്ട് എനിക്ക് അതിൽ തോൽക്കുമെന്ന് പേടിയുണ്ട്. എന്നാൽ ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസ്റ്റിങ്ഷൻ കിട്ടണതും മനസ്സിലിങ്ങനെ സങ്കല്പിച്ച് സ്വപ്നങ്ങൾ കണ്ടിരിക്കും. പക്ഷെ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നത്തിൽ തോൽക്കണതായിരിക്കും സ്വപ്നം കാണാം. റിസൾട്ട് വന്നപ്പോൾ തോറ്റു, എൻ്റെ നമ്പറില്ലെങ്കിൽ നമ്മൾ തോറ്റു. സ്വപ്നം കാണാം പേപ്പറിൽ എൻ്റെ നമ്പർ ഇല്ല, രജിസ്റ്റർ നമ്പർ, നമ്മൾ തോറ്റില്ലേ. അങ്ങനെ ഒരാഴ്ച മുന്നേ ഫോൺ വന്നു. ഫോൺ വരുന്നത് ആരുടെ വീട്ടിലേക്കാണെന്നറിയോ? നമ്മൾ നേരിട്ടുള്ള സണ്ണിയേട്ടൻ്റെ വീട്ടിലാണ് അന്ന് ഫോണുള്ളൂ. അപ്പോൾ അവിടേക്ക് ഫോൺ വന്നു. എന്നിട്ട് കയ്യും കാലും വിറച്ചിട്ട്, നമുക്കറിയാം ഫോൺ വരുമ്പോൾ അവള് വിളിക്കുമ്പോൾ റിസൾട്ട് പറയാനാ വിളിക്കണേന്ന്. ഒരു മിനിറ്റ് ഇത് കട്ട് ചെയ്തിട്ടാ. അപ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക്. തീ ഓഫ് ചെയ്തിടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ ചേർക്കാൻ പാടുള്ളൂ. അതെ, തീ ഓഫ് ചെയ്തിടാം. ഇനി പറഞ്ഞു. എന്നിട്ടേ മാർക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മാർക്ക് 458. പിന്നെ ബാക്കിയുള്ളവരുടെ മാർക്കൊക്കെ പറഞ്ഞതൊന്നും എൻ്റെ തലയിൽ കയറിയിട്ടില്ല. ഞാൻ അവരുടെ മാർക്കൊക്കെ എഴുതിയെടുത്തു. പക്ഷേ എൻ്റെ ഈ 458 എന്ന് കേട്ടോടുകൂടി എൻ്റെ കംപ്ലീറ്റ് ഞാൻ ആകെ ഇതായി. എന്നിട്ട് ഞാനവിടെ അപ്പോൾ അവരൊക്കെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. നമ്മുടെ സണ്ണിയേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ലിതേച്ചിയൊക്കെ പറഞ്ഞു, ഷാജുവേട്ടനില്ലേ, ഓട്ടോഷോട് വീണ് ഷാജുവേട്ടൻ്റെ ഭാര്യ ലിതേച്ചി പറഞ്ഞു, ഇത്രയ്ക്ക് മാർക്കുണ്ടോ, ഹൈ ഫസ്റ്റ് ക്ലാസ് ആണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര കൺഗ്രാജുലേഷനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കാണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിൽ. അപ്പം അച്ഛൻ്റെ നിന്ന് കുറേ ചീത്ത കേൾക്കുന്നുണ്ട്. നീ എന്തുടനെ കരയണേ, നീ വല്ലതും പഠിച്ചോടന്നാ, ഞാൻ നോക്കുമ്പോൾ നീ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്, നീ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടുണ്ടെങ്കിലല്ലേ മാർക്ക് കിട്ടുക, പിന്നെ കരഞ്ഞിട്ട് എന്താ കാര്യം, റിസൾട്ട് വരുമ്പോൾ കരഞ്ഞിട്ട് എന്തുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ നിന്ന് കുറേ ചീത്ത കേട്ടു. അമ്മ പറഞ്ഞോടെന്നെങ്കിൽ ഓർമ്മയില്ല, പക്ഷേ അച്ഛൻ്റെയും ചീത്ത കേട്ടോടെന്ന് ഓർമ്മയുണ്ട്. ഞാനിരുന്ന് ഇങ്ങനെ കരയുന്നതാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നോർമൽ റിസൾട്ട് വന്നു, പത്രത്തിൽ വന്നു. ഞാൻ പത്രം നോക്കിയേ ഇല്ല, കാരണം നമ്മുടെ റിസൾട്ട് മാർക്കടക്കം അറിഞ്ഞിരിക്കുന്നുണ്ട്, അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്തമ്മായില്ലേ, സാവിത്രിയമ്മായി എന്നാൾ മരിച്ചില്ലേ, സാവിത്രിയമ്മയുടെ മോളുണ്ട് വിനു ചേച്ചി പ്രസവിച്ച് കിടക്കുക എൻ്റെ വീട്ടിൽ. കാരണം വിനു ചേച്ചി പ്രസവിച്ച സമയത്ത് അമ്മായിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ പ്രസവിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അമ്മായിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത എൻ്റെ അമ്മയച്ഛനും ഇങ്ങോട്ട് കൊണ്ടിട്ട് അമ്മയാണ് പ്രസവം നോക്കിയേക്കണേ. അപ്പോൾ വിനു ചേച്ചി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി വെറുതെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ദേശാഭിമാനിയാണല്ലോ, അതെടുത്തിട്ട് നോക്കിയപ്പോൾ എന്നെ വിളിച്ചിട്ട്, സരിതേ അതേ നിനക്ക് ഡിസ്റ്റിങ്ഷൻ ഡിയുടെ നേരെയാണ് എൻ്റെ നമ്പർ എടുക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് നോക്കി. എന്നിട്ട് ദേശാഭിമാനിയല്ലേ, കുറ്റം പറയല്ല കേട്ടാ, എനിക്ക് വിശ്വാസം വരുന്നില്ല, ഇവർക്ക് തെറ്റിയതാവും ചെയ്തിട്ട് മനോരമ പത്രം വല്ല വീട്ടിലും വരുത്തുന്നുണ്ടോ എന്നിങ്ങനെ അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു വീട്ടിൽ വരുത്തുന്നുണ്ടായിരുന്നു, ഒരു നിഷ, അയ്യോ അവരുടെ പേരെന്തുട്ടാ, അവരുടെ വീട്ടിലും മനോരമയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ അതിലും ഡിസ്റ്റിങ്ഷൻ തന്നെ. അങ്ങനെ ഒരു ഇരട്ടി മധുരം എന്നൊക്കെ പറഞ്ഞ പോലെ. കാരണം ഒരാഴ്ച മുന്നേ നമ്മൾ 488 അത് അവൾ കേട്ടതിൻ്റെ കുഴപ്പമായിരുന്നു. 488 എന്നുള്ളത് അവൾ 458 എന്ന് കേട്ടിട്ട് അതേപോലെ എന്നോട് പറഞ്ഞതാ. അപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ മാർക്ക് കുറവെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഒറിജിനൽ റിസൾട്ട് വന്നപ്പോൾ അത് തിരിച്ചായിരുന്നെങ്കിലോ 488 എന്ന് അറിഞ്ഞു, ശരിക്കും 458 ആയിരുന്നെങ്കിലോ അല്ലേ, ഭയങ്കര വിഷമായി തന്നെ. അപ്പം അങ്ങനെ എൻ്റെ റിസൾട്ട് അങ്ങനെയായിരുന്നു അറിഞ്ഞ സന്തോഷം. അപ്പോൾ നമ്മുടെ ഇത് ചൂടാറിയിട്ടില്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനാട് ചേർക്കാം. ഇതിൽ നിന്ന് മാറ്റണല്ലോ സരിത, ഒരു പാത്രം, ഒരു ബൗള് മതിയാ, നല്ല ബൗള് എടുത്തിട്ട് വരാം, ചെറുതെടുക്ക്. ഇതിപ്പോഴേ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ അച്ചാർ നമുക്ക് ഈ ബൗളിലേക്ക്, ഈ ചീഞ്ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ജാതി കറുപ്പ് വരും. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കണില്ല കേട്ടോ. ഇത് ഇപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ മീനിൻ്റെ ഉള്ളിലേക്കൊന്നും എരിവും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. എന്താ ആ പരട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് നടു മുറുക്കിയായിരുന്നു, അല്ലാണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാ. നീ നോക്കിക്കോ, അതെന്താ ആലോചിക്കാൻ
അങ്ങനെ നമ്മുടെ സൂപ്പർ മീനച്ചാർ സെറ്റായിട്ടാണ്. അപ്പോൾ നമുക്ക് നിർത്താം. ഇത് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞങ്ങൾ ഇതിൻ്റെ രസം പറയാം. അതുവരെ ഉണ്ടെങ്കിൽ എടുത്തു വയ്ക്കൂ, എന്നെ കാണാണ്ട് സൂക്ഷിച്ച് ഭദ്രമായിട്ട് കൊണ്ടുപോയി എടുത്ത് വെച്ചു. ഒരാളന്മാരും കൂടിയില്ലേ പൂട്ടും താക്കോലുള്ളത് പൂട്ടി വയ്ക്കാനായിട്ട്. ഞാൻ മാത്രമല്ല ജഗ് കൊടുത്ത് കഴിക്കും. അപ്പോൾ ഞങ്ങളേ ഇതിപ്പോൾ തന്നെ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വന്നായിരിക്കുന്നു. അപ്പോൾ ജഗുവിൻ്റെ റിസൾട്ട് വന്നു. ജഗുവിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, അപ്പുറത്താണ് ഞങ്ങൾക്ക് വന്നത് 7A+. പിന്നെ 2 B+, 1 C+. ആണ്. കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ കെമിസ്ട്രിയിൽ തോൽക്കാവോ എന്നൊക്കെ പേടിച്ചിട്ടായിരുന്നു തുടങ്ങുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ C+, മാത്സിലും സോഷ്യലിലും B+, ബാക്കി എല്ലാത്തിലും A+. അങ്ങനെ ജഗു ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകളുടെ അപ്പുറത്തേക്കുള്ള റിസൾട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് ഇമ്രാൻ പുറത്തേക്ക് ചാടി തലയിൽ കോളാമ്പീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരത്തേക്ക്. കണ്ടാ ചങ്ങല വിട്ടോ പോട്ടെ. അപ്പോൾ ജഗുവിനെ ഞങ്ങൾ പഠിക്കാനായിട്ട് അതിനൊന്നും നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും പറയും അച്ഛനമ്മീ യൂട്യൂബ് കളിച്ച് നടന്നോട്ടെ. അതെ, നാടകം കളിച്ച് നാടകം യൂട്യൂബും ചെക്കനെ ശ്രദ്ധിക്കാണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ടെന്ന് ഞങ്ങൾക്കും കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജഗുവിനെ ഞങ്ങൾ തീരെ ശ്രദ്ധിക്കില്ലേ, 10-ലായിട്ട് ശ്രദ്ധിക്കില്ല എന്നിട്ട്. അമ്മ വീട്ടിൽ നിന്ന് അമ്മയച്ഛനും ചീത്ത പറയണത് വേറെ. അപ്പോൾ ഇവനെ ഞങ്ങളിങ്ങനെ പഠിക്കാൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പഠിക്കുക എന്നിട്ട് പഠിക്കുക, അങ്ങനെ അടുത്തിരുത്തി പഠിപ്പിക്കുക, അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അവന് തോന്നുമ്പോൾ പഠിക്കുക, ഇഷ്ടമുള്ളപ്പോൾ പഠിക്കുക, അത്രമാത്രം കളിക്കുക. അതെ, അപ്പം അങ്ങനെ നേടിയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ സന്തോഷം. ഈ സന്തോഷം. ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തത് എത്ര മാർക്ക് ജഗും പ്രതീക്ഷിച്ചിട്ടില്ല. ഒക്കെ ഭാഗ്യമാണെന്ന്. അതെ. അപ്പോൾ അങ്ങനെയാണ് ജഗുവിൻ്റെ റിസൾട്ട്. അപ്പോൾ നമുക്ക് നിർത്താം.